സാബു ജേക്കബ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സാബു ജേക്കബ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുന്നത്തുനാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ അതിർത്തി 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിനോട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. സാബു ജേക്കബ് ശരിക്കും ഒരു കിങ് ലെയർ എന്ന് തന്നെ പറയാം. ഒരു നുണകളുടെ വലിയ രാജകുമാരൻ. അദ്ദേഹം ഒന്ന് പറയുകയും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നുണയനാണ്. ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ CPM സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് PV ശ്രീനിജൻ ഇടപെട്ട് ചിഹ്നം അനുവദിച്ചു എന്നുള്ള വലിയൊരു ആരോപണം ഇപ്പുറത്ത് പറയുക. അപ്പോൾ അനുവദിച്ചാലും പ്രശ്നം, അനുവദിച്ചില്ലെങ്കിലും പ്രശ്നം. ഇപ്പോൾ അവരുടെ കോലഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച പ്രതീഷ് കുമാർ BJPയുടെ പ്രവർത്തകന രാജിവെച്ചിട്ട് പോലുമില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് മാങ്ങാ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ സാബു ജേക്കബ് ഒരു കാര്യം കൂടി പറയാം. കുന്നത്തുനാട്ടിലെ എല്ലാ ബൂത്തുകളിലും ക്യാമറ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രശ്നബാധിത പ്രദേശമാണെന്ന് വരുത്തി തീർത്ത് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് ക്യാമറ വെക്കണമെന്ന ഓർഡർ ഇവർ സമ്പാദിച്ചു. ഇന്നലെ ഈ ശ്രീ സാബു ജേക്കബ് വോട്ട് ചെയ്ത ബൂത്തിലൊഴിച്ച് മറ്റൊരു ബൂത്തിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു അക്രമവും പോലീസിൽ ഇതുവരെ റിപ്പോർട്ടില്ല. ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. ഈ സാബു ജേക്കബ് ആരാണ്? ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് സാബു ജേക്കബാണ്. സാബു ജേക്കബും കിഴക്കമ്പലം പഞ്ചായത്ത് എന്താ ബന്ധം? ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ ഇയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് വികസനത്തിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആരെങ്കിലും മീഡിയയുടെ മുമ്പിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പാർട്ടീനെ ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ശരിക്കും ഏകാധിപതി എന്ന് പറയുന്നത് സാബു ജേക്കബാണ്. സാബു ജേക്കബ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനം വരെ, അതായത് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സംവിധാനം വരെ സാബു ജേക്കബ് ഹൈജാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അവിടുത്തെ MLA എന്നുള്ള ഇതിൽ ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 10 റിട്ട് ഹർജികളാണ് അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത്. 10 റിട്ട് ഹർജികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല വക്കീലാണെങ്കിൽ ഒറ്റ റിട്ട് ഹർജി കൊടുത്താൽ മതി, ഓർഡർ മേടിക്കും. പൈസ കൂടുതലുള്ള ആൾക്ക് പിന്നെ വക്കീലന്മാർക്ക് കുറച്ച് പണി കിട്ടുന്നതുകൊണ്ട് നമുക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ 10 റിട്ട് ഹർജികൾ കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ PV ശ്രീനിജൻ MLA അട്ടിമറിച്ചു എന്നാണ്. എന്തൊരു വിരോധാഭാസമാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണെന്ന് സാബു ജേക്കബ് പറഞ്ഞതിൽ വലിയ നന്ദിയുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അന്വേഷിക്കട്ടെ. അതായിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിനെതിരെ ഇന്നലെ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇന്നലെ ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അതിൽ മാധ്യമങ്ങൾക്കും ചെറിയ തെറ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൂത്തിൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് വരെ സാബു ജേക്കബ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം 4:45-5 മണിയോട് കൂടിയാണ്. അപ്പോൾ അന്നേരം വരെ കുന്നത്തുനാട്ടിലെ ഒരു ബൂത്തിൽ പോലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം വോട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ. കാരണം ആ ബൂത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ കർശനമായിട്ടൊരു നിലപാടെടുത്തിരുന്നു. സ്ഥാനാർത്ഥിനെ പോലെ അവിടെ നിർത്താൻ രാവിലെ മുതൽ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ സാബു ജേക്കബ് എന്ന് പറയുന്ന ആള് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്ത് അവിടെ തന്നെ നിന്ന് മീഡിയനെ കണ്ടത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു അനിഷ്ടം ഉണ്ടായി. കാരണം സ്ഥാനാർത്ഥിനെ പോലും അവിടെ നിർത്താൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമത്തെ ഞാൻ അപലപിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ സാബു ജേക്കബ് അത് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മീഡിയ സിൻഡ്രോം ഉണ്ടെന്നാണ്, മീഡിയ ടെൻഷൻ സിൻഡ്രോം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അദ്ദേഹം കാണുന്ന കാര്യം ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. അതിൽ വരുന്ന എല്ലാ കമൻറ്റുകളും കുത്തിയിരുന്ന് സാബു ജേക്കബ് നോക്കുന്നുണ്ടെന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് PV ശ്രീനിജന്റെ ഗുണ്ടകൾ ഇറങ്ങിയതെന്നാണ്. സാബു ജേക്കബിൻ്റെ സ്വന്തം ബൂത്തിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് പേടിയാണെങ്കിൽ അതിലെനിക്കും മറുപടി പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഇന്നലെ വോട്ട് ചെയ്തത്, ഞാൻ എൻ്റെ ഭാര്യ നടന്നു പോയാണ് വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം പഞ്ചായത്തിൽ, സ്വന്തം ബൂത്തിൽ പുറത്തിറങ്ങണമെങ്കിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്?
അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ട് ഒന്നും ഞങ്ങൾക്കൊന്നും നേടാനുമില്ല. അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ വെറുതെ പറയാം. എന്നാൽ അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുക്കട്ടെ പോലീസിൽ, പോലീസ് അന്വേഷിക്കട്ടെ, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊന്നും പറയാതെ വെറുതെ മാധ്യമങ്ങളെ കാണുമ്പോൾ വായക്ക് തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അത് ന്യൂസ് വന്ന് അതിൻ്റെ സ്ക്രോളിംഗ് കണ്ട് അവിടെ ഇരുന്ന 2020യുടെയും അല്ലെങ്കിൽ കിറ്റക്സിലെയും തൊഴിലാളികളെ കൊണ്ട് ഫേക്ക് ഐ ഡിയിൽ വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ, ഇന്നലെ ഞാൻ വോട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ താഴെ വന്ന് ഫുൾ ഫേക്ക് ഐ ഡിയിൽ വന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ആസ്വദിച്ച്, അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ PV ശ്രീനിധൻ MLAയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കാണും. ഞാൻ വായിച്ചപ്പോൾ പല കമൻറ്റിനും MLA തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ അത്തരം ആരോപണങ്ങളൊക്കെ അതിൻ്റെ അവജ്ഞയോടുകൂടി നമുക്ക് തള്ളിക്കളയാം. അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങൾ വളരെ ബാലിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബ് എന്താണ് സാബു ജേക്കബ് മുന്നോട്ട് വെച്ച ആശയം? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു നയമുണ്ട്? കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു ടോയ്ലറ്റ് പോലും അദ്ദേഹത്തിന് പണിയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിനാമി കോൺട്രാക്ടർമാർ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഞാനിത് പറയില്ല, പഞ്ചായത്ത് സെക്രട്ടറിയുടെ കണക്കടക്കം എൻ്റെ കയ്യിലുണ്ട്. അവർ വന്ന റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ബിനാമി കോൺട്രാക്ട്. സാബു ജേക്കബ് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ച് പോകാമെന്ന് പറഞ്ഞില്ല. ഞാൻ രേഖാമൂലം പരസ്യമായിട്ടല്ല അദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചത്, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഇന്ന കാര്യങ്ങൾ ആരോപണം അവിടെ അഴിമതി നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രതികരണം നിങ്ങളടുത്ത് നടത്തിയോ? അപ്പോൾ വെറുതെ പറയുക. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു ഇതും കൂടിയുണ്ട്. അതായത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികൾ ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും, ഒരു സ്ഥാനാർത്ഥി ആ ഡിവിഷനിൽ തോറ്റു കഴിഞ്ഞാൽ ആ മറ്റു 2 സ്ഥാനാർത്ഥികൾ ആ സ്ഥാനം ഏറ്റെടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ 13-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം അതിന് തയ്യാറാവുമെന്ന് നോക്കാറുണ്ട്. അപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നെന്ന് പറയുന്ന സാബു ജേക്കബിൻ്റെ വീഡിയോ അടക്കം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ തോറ്റു കഴിഞ്ഞാൽ മറ്റ് മെമ്പർമാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, 2020 എന്ന പ്രസ്ഥാനം ജനാധിപത്യ രീതിയിൽ ഏകാധിപതി അല്ലാതെ നമുക്ക് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ കഴിഞ്ഞുപോയി. മറ്റൊരു സാബു ജേക്കബ് നമുക്ക് വേണ്ട. അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കൊരു കുഴപ്പമില്ല. പക്ഷെ അത് നാട്ടുകാരെ ചീത്ത വിളിക്കാനും നാട്ടുകാരെ ഫേസ്ബുക്ക് ID വന്ന്, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് MLAക്കെതിരെ രാവിലെയും വൈകിട്ട്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ട്. ഞാനൊരു പരാതി കൊടുത്തു. 2020 പാർട്ടിക്കെതിരെ ഒരു FIR ഇപ്പോൾ, പിന്നെ ഫേക്ക് ഐഡികളും ഫേക്ക് വാർത്തകളും ചമക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു FIR ഇട്ടിട്ടുണ്ട്. സാബു ജേക്കബ് പറഞ്ഞിട്ടുണ്ടാകുന്ന അറിയില്ല, അന്വേഷണം ചെല്ലുമ്പോൾ അറിഞ്ഞോളൂ. കഴിഞ്ഞ സഹായിക്കുന്നു, അതായത് CPM BJP സഹായിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തിരിച്ച് ശ്രീനിധനെ വീണ്ടും MLA ആക്കാനുള്ള ഒരു സാബു ജേക്കബ് ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഈ ആരോപണം തന്നെ പറഞ്ഞത്. സാബു ജേക്കബ് ഇപ്പോൾ പല ഇതിലും പറയുന്നുണ്ട്, ഞങ്ങൾ കാരണമാണ് PV ശ്രീനിധൻ ജയിച്ചതെന്ന് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളടക്കം ഉള്ള ആൾ ഞങ്ങൾ നിന്നുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാബു ജേക്കബ് എന്നെ സഹായിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു നോക്കി. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹത്തിന് സമനില തെറ്റിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നത് കാര്യങ്ങൾക്കൊരു നേരും നെറിവും ഇല്ലാതെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. അദ്ദേഹം ഇന്ന് എൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം പബ്ലിക്കായിട്ടല്ലേ MLAയുടെ ഉടുതുണി നോക്കി അതിലിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ നിറം വേണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളുടെ DNA പരിശോധിക്കുമെന്ന് പറഞ്ഞത് എന്ത് പിതൃശൂന്യമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്? അങ്ങനെയുള്ള സംസ്കാരമൊന്നും സാബു ജേക്കബ് PV ശ്രീനിധനെ പഠിപ്പിക്കാൻ വരണ്ട. അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ PV ശ്രീനിധൻ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. സാബു ജേക്കബിന്റെ അവിടെ മാത്രമല്ല തിരുവാണൂരിലും ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അതിന്റെ അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ നിന്ന് പിടിച്ച ഒരാൾ പുറത്തു നിന്നുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. എന്നൊക്കെ അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഇപ്പോൾ സാബു ജേക്കബ് പറയുന്ന മുഴുവൻ ആരോപണങ്ങളും സത്യമാണെങ്കിൽ ആരാണ് ഇതിനെ തടയാൻ നിൽക്കുന്നത്? ഇപ്പോൾ തിരുവാണിയൂർ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതി പോലീസിൽ വന്നിട്ടില്ല. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു രാവിലെ, ഇനി ഇവരായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പരാതി സാബു ജേക്കബോ 2020യോ രേഖാമൂലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. വെറുതെ രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യട്ടെ.
പിന്നെ ഇവർ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ചു, ക്യാമറ വെക്കാൻ ഉത്തരവ് വാങ്ങിച്ചു എന്ന് പറയുന്നു. അതിൽ കോടതിയുടെ ഉത്തരവിൽ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് അപേക്ഷ തന്നു കഴിഞ്ഞാൽ അപേക്ഷയിൽ ഉടൻ തന്നെ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയുടെ ചെലവിൽ ആ ക്യാമറകൾ ആ ക്യാമറ വെക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഇവർ അപേക്ഷ പോലും കൊടുത്തിട്ടുണ്ടാകുന്ന എനിക്ക് സംശയമാണ്. പിന്നെ 150 പാസുകൾ അദ്ദേഹം പാസുകൾ മുക്കിയെന്ന് പറയുന്നു. ആരാണ് മുക്കിയെന്ന് പറയണ്ടേ? സാബു ജേക്കബിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സർക്കാരിലേക്ക് കൂടുതൽ പൈസ അടച്ചോട്ടെ, നമുക്കിപ്പോൾ ആർക്കാ ഒരു കുഴപ്പമില്ലല്ലോ. സാബു ജേക്കബ് രാവിലെ 2020 ക്യാമറ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ക്യാമറമാന്മാരെ വെക്കേണ്ടത്. അത് നിങ്ങൾ ചോദിക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിനും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിൽ ഞാൻ എങ്ങനെ ഉത്തരം പറയാനും? ഇതെല്ലാം അട്ടിമറിച്ചു എന്നാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. അതായത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നെ പറഞ്ഞ് വെക്കുന്നത്. അത് നിങ്ങൾ KPCC പ്രസിഡന്റിൻ്റെ അടുത്തും അല്ലെങ്കിൽ AICC പ്രസിഡന്റിൻ്റെ അടുത്തും ഈ ചോദ്യം ഒന്ന് ചോദിക്കണം. പ്രതിപക്ഷ നേതാവ് ഞാനാണോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതെന്ന് സാബു ജേക്കബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ചോദിക്കണത് നല്ലതായിരിക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കുന്നത്നാട്ടിലല്ല, അവിടുത്തെ ഒരു ബൂത്തിലൊരു കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഞാൻ എടുക്കണമെന്ന് അവർ പാർട്ടിയല്ലേ പറയണ്ടേ, ഞാൻ അതിൽ എന്ത് മറുപടി പറയാം? CPM-നെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ഞാൻ അതിൽ എനിക്കൊരു നിയന്ത്രണമുണ്ട്. നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നയപരമായ കാര്യങ്ങൾ എന്നെയും കൂടി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പാർട്ടി ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ കോൺഗ്രസിനെ നിയന്ത്രിക്കാനും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിയന്ത്രിക്കാനും എനിക്ക് വേണം. സാബു ജേക്കബിന് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് വേണം. സാബു ജേക്കബ് BJP-യുടെ ഒരു ഇടയാളായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ NDA-യുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ച പല ആളുകളും ഇന്ന് BJP അംഗങ്ങളാണ്. അപ്പോൾ BJP-യിൽ രാജിവെക്കാതെ അദ്ദേഹം കോലഞ്ചേരി ഡിവിഷനിൽ പ്രതീഷ് കുമാറിനെ മത്സരിപ്പിച്ച പോലെ അദ്ദേഹത്തിന് സ്വയം തോന്നലായിരിക്കും ഇനി ഞാനതിൽ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനെ പോലെ BJP-യിൽ ഇടപെടുന്നത് പോലെ PV ശ്രീനിജൻ കോൺഗ്രസ്സിൽ ഇടപെടുന്ന അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ വല്ലതും കണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പല BJP-യിൽ പെടുന്ന പല ആളുകളും അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കം പല ആളുകളും BJP-യിലേക്കാണ്, BJP-യിൽ നിന്ന് വന്നവരാണ്. മാത്രമല്ല 2020 രാജിവെച്ച അവരുടെ ജില്ലാ കോർഡിനേറ്റർ ഇപ്പോൾ ജോസ് അടക്കം രാജിവെച്ച ഉടനെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടാണ് പോയിരിക്കുന്നത്. പല ആളുകളും ഇപ്പോൾ ഇയാൾ മാത്രമല്ല, ജോസ് മാത്രമല്ല, പല നേതാക്കന്മാരും BJP-യിലേക്കാണ്, അതായത് BJP-യിൽ നിന്ന് വരുന്ന BJP-യിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതിലൊരു സ്ഥാനാർത്ഥിത്വം കൊടുത്തതിലടക്കം, അല്ലെങ്കിൽ BJP-യിൽ അതുവരെ പ്രവർത്തിച്ച ഒരാൾക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വം കൊടുക്കും, അതും മാങ്ങ ചിഹ്നത്തിൽ. അങ്ങനെ വേണം കരുതാൻ. കാരണം ട്രെയിനിങ് സെൻറ്റർ ആയിരിക്കില്ലേ, നഴ്സറി സ്കൂളാണെന്നാണ് എൻ്റെ ഒരു കാരണം അതിനുള്ളൊരു രാഷ്ട്രീയ ബോധമൊന്നും സാബു ജേക്കബിന് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും പ്രൈമറി സ്കൂളാകാൻ സാധ്യതയുണ്ട്. സാബു ജേക്കബ് നല്ലൊരു വ്യവസായിയാണ്. പക്ഷെ അദ്ദേഹം വ്യവസായത്തിനെയും രാഷ്ട്രീയത്തിനെയും ഒരേ അച്ചിൽ കൊണ്ടുപോയിട്ട് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ഞാൻ തന്നെ ഏതെങ്കിലും 2020 കുറിച്ച് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഞാൻ കിറ്റക്സിനെ തകർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വരുത്തും. അപ്പോൾ ഇതൊരു കാലാകാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊപ്പഗണ്ടയാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഞാനൊരു കാര്യം പറയാം. കുന്നത്നാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് അഭിമാനത്തോടു കൂടി പറയാം 2000 കോടിയിലധികം രൂപ വിവിധ പദ്ധതികളിലായിട്ട് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ 2020 എതിർപ്പ് ഉണ്ടായിട്ട് പോലും പല പദ്ധതികളും ഇപ്പം മുന്നോട്ട് വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. അതിന് സംസ്ഥാന സർക്കാരും കാര്യമായിട്ട് കുന്നത്നാട് നിയോജകമണ്ഡലത്തിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിന് മാത്രം 450 കോടി രൂപയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. സ്കൂളുകൾ 243 സ്കൂളുകളിലും 241 സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ വന്നു. അങ്ങനെ ഓരോ മേഖലയിലെടുത്ത റോഡ് വികസനം മാത്രം, റോഡ് സ്കൂളിൻ്റെ കെട്ടിടങ്ങളടക്കം ഏകദേശം 250 PWD വർക്കുകൾ മാത്രം 250 കോടി രൂപയിലധികം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പാലങ്ങളും റോഡുകളും അങ്ങനെ ഏകദേശം 2000 കോടി. അതാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് ഈ ഹാലളക എന്ന് പറയും. നമ്മളെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ കുന്നത്താട്ടിൽ ഒരു റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും തന്നെ മനോഹരമായിട്ട് കിടക്കുകയാണ്.
നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ബിനാമി കോൺട്രാക്ടർ വിജയ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ എടുത്ത ഒരു വർക്ക് മാത്രമാണ് ഇപ്പോൾ, അതും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ആ വർക്ക് ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി കേസിരുന്നാണ്, വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 12-ാം തീയതി നീട്ടി വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം പറയുന്ന വികസനത്തിന് ഭയങ്കര അനുകൂലമാണെന്ന് പറയുകയും പക്ഷേ വികസനത്തിന് തുരങ്കം വെക്കുന്ന നടപടികളാണ്. MLAയുടെ ഒരു ഫണ്ട് പോലും, സർക്കാരിൻ്റെ ഒരു ഫണ്ട് പോലും കുന്നത്ത് നാട്ടിലെ 4 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെലവഴിക്കാൻ അദ്ദേഹം NOC കൊടുക്കില്ല. പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മുടെ അടുത്ത് പറയുന്നത്, മുതലാളി പറയാം അല്ലെങ്കിൽ അവരുടെ നേതാവ് പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ അനുവാദം തരാൻ കഴിയുള്ളൂ. പഞ്ചായത്തിൻ്റെ അതിൻ്റെ മിനിറ്റ്സ് എഴുതുന്ന ബുക്ക് പോലും നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നാണ്. മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് മിനിറ്റ്സ് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ഇതെന്താണ് സാബു ജേക്കബ്? അതേ ഞാൻ പറഞ്ഞു, കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് സാബു ജേക്കബാണ്. ഇത് ആരാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചുമതലപ്പെടുത്തിയതും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ആക്സസ് കിട്ടുന്നതെന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. അതേതായാലും മന്ത്രി അടക്കമുള്ള ആളുകളുടെ അടുത്ത് പരാതി കൊടുക്കാൻ തന്നെയാണ്. സാബു ജേക്കബിൻ്റെ അനാവശ്യമായ ഇടപെടലുകൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ സാബു ജേക്കബുമായി ബന്ധപ്പെട്ട് കിറ്റെക്സുമായി ബന്ധപ്പെട്ട പല ഫയലുകളും പഞ്ചായത്തിൽ ലഭ്യമല്ല എന്നുള്ളതൊരു രേഖാമൂലം വിവരാവകാശ പ്രകാരം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ രേഖകൾ ചോരുന്നു. ഇതൊക്കെ എവിടെയാണ്? അതുകൊണ്ടാണല്ലോ മുന്നിലിരുന്ന സെക്രട്ടറിയെ നടപടിയെടുത്ത് നമ്മൾ മാറ്റേണ്ടതായിട്ട് വന്നത്. അദ്ദേഹം പലപ്പോഴും പറയുന്ന അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആ പഞ്ചായത്തിൽ വരണമെന്ന് അദ്ദേഹം പലപ്പോഴും വാശി പിടിക്കുന്നതായി ഇത് കാണാം. ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പഞ്ചായത്തിൽ എങ്ങനെയാണ് നീക്കിയിരിപ്പ് വരുന്നത്. കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ ചെലവഴിക്കാതെ അത് സ്പിൽ ഓവറാക്കി മാറ്റി ആ ഫണ്ടുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴാണ് ഈ നീക്കിയിരിപ്പ് തുക എന്ന് പറയുന്നത്. ആ നീക്കിയിരിപ്പ് തുകയാണ് അദ്ദേഹം ലാഭമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. പല പദ്ധതികളും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശമുള്ള ഒരു പദ്ധതിയും ഏറ്റെടുക്കില്ല. ഉദാഹരണത്തിന് SC/ST വനിതകൾക്ക് വിവാഹ ധനസഹായം കൊടുക്കാനുള്ള പദ്ധതി അല്ലെങ്കിൽ മറ്റു പദ്ധതികൾ, ആ പദ്ധതി ഏറ്റെടുക്കില്ല. ആ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ്. ആ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതികളും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പദ്ധതി ഏറ്റെടുക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ഭരണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങളുടെ പഞ്ചായത്തിൽ നീക്കിയിരിപ്പുണ്ട് എന്ന് പറയാൻ, പറയാൻ വേണ്ടി മാത്രം അദ്ദേഹം പല പദ്ധതികളും ഏറ്റെടുക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി കിഴക്കമ്പലത്തും മഴുവന്നൂരും മറ്റ് പഞ്ചായത്തുകളിലെല്ലാം നിജസ്ഥിതി ഇപ്പോൾ ജനം അറിഞ്ഞു തുടങ്ങി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിഴക്കമ്പലം അടക്കം വലിയ മാറ്റം ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന സാബു ജേക്കബ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചല്ലോ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജനം തീരുമാനിക്കട്ടെ. ജനം തീരുമാനിച്ചു കഴിഞ്ഞു, ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ 13-ാം തീയതി അതിൻ്റെ കഥ നമുക്ക് കാണാൻ കഴിയും. താങ്ക് യു. ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അത്തരം മാധ്യമങ്ങളുടെ സാബു ജേക്കബ് പലപ്പോഴായിട്ട് കുന്നത്നാട് MLA ആയിട്ടുള്ള എന്നെ വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ പരസ്യമായിട്ട് ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, സാബു ജേക്കബ് എന്നോടുകൂടി പരസ്യ സംവാദത്തിന് തയ്യാറുണ്ട്. വികസന പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും നമുക്ക് ഒരേ വേദിയിലിരുന്ന് നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചർച്ച ചെയ്യാം. അതല്ലേ വെല്ലുവിളി. അത് ഏറ്റെടുക്കാൻ സാബു ജേക്കബ് തയ്യാറായി കഴിഞ്ഞാൽ തീയതിയും നിങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ തയ്യാറാണ്.